വണ്ടിക്ക് പെർമിഷൻ എടുത്തോന്നാ? പെർമിഷൻ എന്തിനാ പെർമിഷൻ? സ്റ്റിക്കർ ഒട്ടിക്കുന്ന പെർമിഷൻ വേണോ? അത് അവരെടുത്തിട്ടുണ്ടോ? ആ സ്റ്റിക്കർ വർക്ക് ചെയ്ത ടീമിൽ 18+ അവരെടുത്തിട്ടുണ്ടോ? അവരങ്ങനെ അവർ സ്ഥിരമായിട്ട് ഇതിന്റെ എല്ലാം പരിപാടി ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് ഇതിന്റെ എല്ലാം ലീഗൽ സൈഡും പരിപാടിയെല്ലാം അറിയാം. അതെല്ലാം അവർ സെറ്റ് ആക്കിയിട്ടുണ്ടാവും അല്ലെ? രസമുള്ള സ്ഥലം. ഓ ചാറ്റ് നമ്മള് കാണുന്നത് ഗൈസ്, ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ, നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. കാരണം അല്ലേ എടാ വ്ളോഗ് എടുത്തില്ലെങ്കിൽ ഓക്കെ, വ്ളോഗ് എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്താണെങ്കിൽ ഇത്രയും ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത് ലൈവാണ്, ഇത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? കാരണം ഇത് ഭയങ്കര ഭംഗിയുടെ ആ ഭാഗത്ത് ഭയങ്കര രസം. ഇതെന്താ കൈ സൂം ആകുന്നുണ്ടല്ലേ? ഇത് ക്യാമറ ഉള്ളാലോ 16. നെക്സ്റ്റ് വരുന്നുണ്ട്, മുൻ വരുന്നുണ്ട്. നിനക്ക് എല്ലാവരും സീരിയസ് ആയിരിക്കാം, എല്ലാവരും സീരിയസ് ആയിരിക്കും, എല്ലാവരും സീരിയസ് ആയിട്ട് സീരിയസ് മൈൻഡ് ആക്കണം. ഓനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ വിട്ടു. മേഘല്ല, സൂര്യൻ വിളിച്ചാ പുതിയ മലകളുടെ ഇടയിലാണ് സൂര്യൻ. 3 സൈൽ കമ്പനി നമ്മളോട് പറഞ്ഞില്ലല്ലോ. അല്ല നീ നമ്മളങ്ങനെ നിന്റെ പ്രൈവസിയിലൊന്നും കഴിയുന്നില്ല. അല്ലല്ല അതിനെ കുറിച്ച് സംസാരിക്കണ്ടല്ലോ, അത് വിട്ട സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കിക്കറാമ്പോ ചാറ്റ് മാത്രം കിക്കറാമ്പോ പാവടാ എടുത്ത് ചാടാൻ പോകുന്ന നിങ്ങൾ എന്തിനാണ് ഇവൻ അങ്ങനെ പറയുന്നത്? പാവം ബ്രോ കാറ് കാണിക്കും, വണ്ടി അവിടെ ടീഷർട്ട് കാണിച്ചു കൊടുത്തു. മഴയില്ല. ആ ടീഷർട്ട് എങ്ങനെയുണ്ട്? പുതിയ ഗ്യാങ് ടീഷർട്ട് എങ്ങനെയുണ്ട്? ഗ്യാങ് ടീഷർട്ട് എങ്ങനെയുണ്ട്? ചാറ്റ് പറ. മോനോ ഇതൊന്ന് പിടിച്ചേ. കമന്റൊക്കെ ഫോണ് അല്ലെങ്കിൽ നീ അവിടെ വെക്കേണ്ടി വരും. കൂടി കിട്ടണമെങ്കിൽ സൗണ്ട് കിട്ടില്ല. എങ്ങനെയുണ്ട് ടീഷർട്ട് എങ്ങനെയുണ്ട്? WRL ബാക്കില് സംഭവം സാധനം കോളനി ആയി കാര്യം പറയില്ല. ബാക്ക് കണ്ടേ ചാറ്റ്, ബാക്ക് കണ്ടേ? നീ എന്താടാ ഫോണ് ഇവിടെ ഞാൻ ക്യാമറ ഓടിക്കാൻ പറ്റുമോ ഓളോട് ചാറ്റ് ചെയ്യാന്ന്. ഇവരെന്തൊരു അല്ല മൂന്ന് ഫുള്ള് മാറിപ്പോയ കാര്യം പറയില്ല. മൂന്ന് ഫുള്ള് മാറിപ്പോയി. എടാ ടീഷർട്ടിന്റെ ബാക്ക് ഞാൻ കാണിച്ചതാ. ടീഷർട്ടിന്റെ ബാക്ക് ടീഷർട്ടിന്റെ ബാക്ക് കാര്യം പറഞ്ഞ കുറച്ച് കോളനി ആയിപ്പോയി അല്ല? ഓ കാരണം റാംബോന്റെ ഫോട്ടോ നോക്കി എന്താ പാസ്പോർട്ട് സൈസ് പത്രത്തില് പ്രതിന്റെ ഫോട്ടോ. ആരാ പറയുന്നത് പ്രതീന്ന്? സെമീർ വാസന ഇതാരാണ് സ്കൂളിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ? സ്കൂളിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. മമ്മു അപ്പൊ നീ എങ്ങനെ വന്ന് നിക്കുന്ന നോക്കിയത്? ഇവനെ നല്ല ശീലാന്നടാ, മനസ്സിലാ? ഇവനെ ശീലാണ്. റാംബോ ഡീനിഗഫൈഡ് എന്ന് പറയുന്ന എടാ മാരീരമ്മ എടാ ഓനക്ക് അതിന്റെ അർത്ഥം അറിയാത്ത നിന്റെ ഭാഗ്യം. അത് ആരാ ഇട്ടത്? ഫാൻ 17 അവന് പേരുമില്ല. ഒന്നുമില്ല അവിടെ. അല്ല ഓക്കെ ചാറ്റ്. എടാ വണ്ടിന്റെ താക്കോൽ എടുത്തിനാ നമ്മള് കാര്യപോക്കുള്ള ആൾക്കാരാ. ധാരാ ഈ റോഡില് വണ്ടിയിലും വരുവോ? കാട്ടിലേക്കുള്ള റോഡല്ലേ? ഹായ് ഇതല്ല സുഖല്ല. ഇതെന്താ ഇതുവഴി പോയ അവിടെ എത്താ? ഇത് കാടല്ലേ? പിന്നെ ബ്രോ അവിടെ പോന്നെ റൂമില്? ബ്രോന്റെ റൂം എവിടെയാ? ഓ ഇവിടെ വർക്ക് ചെയ്യുന്ന? വർക്ക് ചെയ്യുന്ന. സോറി ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് വണ്ടി എടുത്ത് പോകുന്നത്. ഈ കാട്ടിലെ റോഡിലേക്ക് അങ്ങനെ വീടുകളാണ് ആലോചിക്കുന്നത്. ഓക്കെ വണ്ടി പുറത്തേക്ക് എടുക്കും. വെളിച്ചത്തേക്ക് എടുക്കും. ഇപ്പൊ ലൈറ്റ് പോകും, പെട്ടെന്ന് വെളിച്ചത്തേക്ക് എടുക്കും. നീ എന്താക്കുന്നത്? എന്തിന് ഗ്യാങ് വണ്ടി എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ അറിയുന്നവർക്ക് മാത്രം. തമാശ കളിക്കല മമ്മു, തമാശ കളിക്കല. ഇറങ്ങിയ എന്ത് നേരെ കൊണ്ടുപോയിട്ട് പഠിക്കും. പിടിച്ചിറക്കിയ എടാ വെളിച്ചത്ത് ഇറക്കടാ, അത് വണ്ടി കാണട്ടെ. എടാ മൊത്തം കച്ചറയാട്ടെ, ഇത് കഴുകി തുടച്ചേ. എടാ ഇറക്കേ, വെറുതെ കോമാളിത്തരം കാണിക്കല്ല. റാംബോനെ പിടിച്ച് ഇറക്കിയ
പിടിച്ചിറക്കേ. ഗിയറൊന്നും തൊടല്ലേ, വെറുതെ ഓവറാക്കാൻ പറ്റും. എടാ വെളിച്ചത്തിറക്കട്ടെ, വണ്ടി വെളിച്ചത്തിറക്കട്ടെ. ഒരു മിനിറ്റ് ചേട്ടാ, ഒരു സെക്കൻഡ്. ഇത് ഇരുട്ടാണ്, ഇവിടെ ഇരുട്ടാ. ഇറക്ക്. എനിക്ക് സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ല, ഫസ്റ്റത്തെ കാര്യം. Chat. This is our Neo MRC gang വണ്ടി. എടാ മൊത്തം കച്ചറ. ഞാനൊരു കാര്യം പറ്റാം. നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് വണ്ടി ഇതാക്കിയത്. എന്നിട്ട് ഇവിടെ നമ്മൾ പാലക്കാട് അട്ടപ്പാടി വരെ ഓടി. ഇവിടെ ചളിയിൽ ഓഫ് റോഡിലെല്ലാം കയറ്റി ഓടി. അതും ഫുള്ള് ചളിയിൽ ഇതെല്ലാം പിടിച്ച് കച്ചറായി കുറെ. ഇന്നലെ ഇങ്ങനെ അല്ല ഉണ്ടായത്. ഇന്നലെ നല്ല തിളങ്ങുന്നുണ്ടായിരുന്നു വണ്ടി. എന്താ നിങ്ങള് എടേ എടുത്ത് മാറ്റാ. അതാ ജാസി എന്താ ഓടിയായിരുന്നു? നീ എവിടെ പോയതാ? എടുത്താ? ഇല്ല, ആരും എടുത്തില്ല. എടാ ബാക്ക് ഇരിക്കടാ. മമ്മോ ഇറങ്ങ്, ബാക്ക് ഇരിക്ക. റാംബോ പ്ലീസ് വേറെ ബ്രാ എന്ന് പറയുന്ന കാര്യവിടെ കാണുന്ന ഇപ്പോഴാണ്. എടാ ഇതെന്തിനാ വണ്ടി എടുക്കണ്ട, നടക്കാം. എടാ ഇതിന്റെ ഉള്ളിൽ കൂടെ വണ്ടി എന്തിനാ എടുക്കുന്നത്? ഈ ഇതെന്താണ് എന്റെ വണ്ടി ആക്കി വെച്ചത്? എന്ത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എന്താ നീ കാണിക്കുന്നത്? എടുത്ത് മാറ്റണം അങ്ങോട്ട്. തമാശ കളിക്കല്ലേ റാംബോ, എടുത്ത് മാറ്റ്, വൃത്തിയാക്ക്. MVD കമ്മിങ് ടു ഡിസ്ട്രോയ്. മോനെ എടാ അതിന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എത്ര പെർസെന്റേജാ? നമുക്ക് 40% നമുക്ക് ചെയ്യാം, മനസ്സിലാ? ഞാൻ ഫുള്ള് വണ്ടി ചെയ്തില്ല. വണ്ടിന്റെ കളർ വൈറ്റ് ആയിട്ട് തന്നെയാണ് ഇതിൽ RC ഉണ്ടാവുക, മനസ്സിലാ? പക്ഷെ നമുക്ക് 40% ഇത് സ്റ്റിക്കർ ചെയ്യാം. 40% ഉള്ളൂ. ഓ ഗൈസ് എലോയ് W ആണെന്നല്ലാന്നോ ചാറ്റ് പറ. എലോയ് WRL. ഇത് നിനക്ക് എന്താ തിരക്കുണ്ടാ പോയിട്ട്? എവിടെ പോത്ത്? ഈടുന്ന താഴെയാണ് ഇത് സ്വിമ്മിംഗ് പൂൾ. ഇതല്ലോ ഈടുന്ന് തൊട്ടപ്പുറത്തേക്കാണ്. നീ എന്തിനാ വണ്ടി എടുത്തിട്ട് പോകുന്നത്? വണ്ടി വേണ്ട, വണ്ടി ഇവിടെ മാറ്റി. എന്നാ വണ്ടി ഇതാക്കണം, വണ്ടി താഴെ എടുക്കണം. അവിടെ വണ്ടി വേണ്ട, നടക്കാതെ നല്ലത്. ഇവിടെ തൊട്ടപ്പുറത്തേതാ. ഇവിടെ നീ ഈ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ എത്തി. വാ എല്ലോയ്ക്ക് എന്താ പ്രശ്നം? എന്താ എല്ലാം കാരണം എന്താ? റാംബോനെ അടിക്കാൻ പറ്റിയ സൈലൻസർ ഉണ്ടല്ലോ. എടാ ഇത് വൈഡാക്കാൻ പറ്റുമോ? ഇത് കുറച്ച് ഭയങ്കര സൂംഡ് അല്ലേ? ഒരു മിനിറ്റ് ഒന്ന് പിടിച്ചേ. ഇത് വൈഡാക്കാൻ പറ്റുമോ നോക്കട്ടെ? ക്യാമറ ബാക്ക് അൾട്രാ. ആ വൈഡായില്ലേ? യോ ഗൈസ് വൈഡായില്ലേ ചാറ്റ്? വൈഡായില്ലേ? ഫുള്ളായിട്ട് കാണുന്നില്ല എന്നാ? ചാറ്റ് പറ. വണ്ടി എടുത്താൽ മതിയായിരുന്നല്ലേ? ഞാൻ മറന്നത്. 2 വളവുണ്ടല്ലേ? കൊറയാ ഒരു 10-500 മീറ്റർ നടക്കാറുണ്ട്. വണ്ടി എടുക്കണോ? നമ്മള് കേറി വരുമ്പോ വണ്ടി ആകെ 1 മിനിറ്റല്ലേ ഓടിച്ചിട്ടുള്ളൂ. നീ വീണ് കഴിഞ്ഞാൽ ഉരുണ്ട് പോകൂലേ? ദിവന്മാരെ കാണിക്കുന്നത് 2 കോമാളികള്. എല്ലാടാ പാർട്ടി നട്ട് എന്താ സെറ്റാക്കി? ഉരുണ്ട് പോ ഉരുളു. ഈ ബോണ്ട പോലത്തെ ഇവനെന്താ അവലോസം നീ അങ്ങനെ ഉള്ള നിന്റെ ഷേപ്പ്. റിസോർട്ടിന് ഓണർ ഡീസന്റ്. അല്ല ചാറ്റിനോട് എന്തിനാണ് ഡീസന്റ് ആവുന്നത്? നമ്മ ഡീസന്റ് തമാശ കളിക്കല്ലേ? കണ്ണാടി ഒന്നും വരണ്ട. മാസം ഇട്ടിട്ട് പരിപാടി ഇല്ല. എന്തൊരു തീറ്റ പണ്ടാരാണ്. കൂടുതലും പറയണമെങ്കിൽ കൊടുക്കണം റിസോർട്ട് നമുക്ക് വാങ്ങിക്കാം. ഗ്യാങ്ങിന്റെ പേര് ചേട്ടൻ പേര് മറന്നു. പേര് പറഞ്ഞു
ആ ഷാഫിക്ക, ഇതാണ് ഷാഫിക്ക. എന്തല്ല സുഖല്ല, എന്തല്ല പരിപാടികൾ എന്തല്ലോ ഇടാം? എങ്ങനെ ആൾക്കാരുണ്ടോ, കസ്റ്റമേഴ്സ് ഉണ്ടോ? ഷാഫിക്ക വണ്ടിക്ക് എങ്ങനെ പൂളിലെല്ലാം ഇറങ്ങാൻ പറ്റോ? ആളുണ്ടോ? അല്ല ഇപ്പൊ പോട്ടെ. എന്താ ആക്ടിവിറ്റീസ് എന്താ? എങ്ങോട്ടേക്ക് ഇപ്പൊ പോകണ്ട? റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ? അല്ലേ 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 എങ്ങോട്ട്? മുകളിൽ വരുന്നേ. അതിന്റെ മുകളിൽ എങ്ങനെ? ആടെ റേഞ്ച് കിട്ടോ? നമ്മൾ ലൈവാ. ആ ട്രക്കിംഗ് ഉണ്ടല്ലേ? ട്രക്കിംഗ് ഉണ്ട്. എടാ ഞാൻ റേഞ്ച് ലാസ്റ്റ് പോവാ. റേഞ്ച് കട്ടായ കട്ടാവട്ടെ. ലാസ്റ്റ് പോവാ. ട്രക്കിംഗ് ലാസ്റ്റ് പോവാ. ജിയോ 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 മേലെ കിട്ടോ? എന്നാ വാ പോവാ. ആ ലാസ്റ്റ് പോവാ. കുറച്ചു പോകാൻ പറ്റോ? എത്ര മണിവരുണ്ട് ലാസ്റ്റ്? എത്ര മണിവരുണ്ട് ട്രക്കിങ്? ആ എന്നാ പിന്നെ കുറച്ചു പോവാ. ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒന്ന് പറഞ്ഞോ. ആദ്യം അങ്ങോട്ട് പോകണം. റെസ്റ്റോറന്റോ? റെസ്റ്റോറന്റ് ഇങ്ങോട്ടെന്താ? അങ്ങോട്ടോ റെസ്റ്റോറന്റ് പോയിരുന്നില്ല. ഇവനെല്ലാണെങ്കിൽ റെസ്റ്റോറന്റിലേക്ക് അയാളൊരു പാവം മനസ്സിലാ. തിന്നിട്ട് പോയാ പോരെ? ഇതെന്താ ഇപ്പുറത്തെന്താ? ഇതെന്താ ചെല്ലറിയാവുന്നു? ഇതെന്താ? ഇതിൻ്റെ ഉള്ള എന്താ? ഇങ്ങോട്ടോ? അങ്ങോട്ടെന്താ? 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 സ്പാ ഉണ്ടോ? മസാജ് ഇല്ല. നാളെ ഉണ്ടോ? എത്ര ദിവസം എടുക്കും? നമ്മൾ അത്രയും ദിവസം നിൽക്കാം. ജിമ്മുണ്ടടാ അവിടെ? അങ്ങോട്ടോ? വേറൊരു കാര്യമുണ്ട്. തമിഴ്നാട് ബോർഡർ ആയിക്കൊണ്ട് ഇവിടെ മലയാളീസ് കുറവാ. ഇവിടെയുള്ള ഗസ്റ്റ് എല്ലാം അധികം ഹിന്ദിക്കാരും തമിഴ് ആൾക്കാരോ അല്ലേ കൂടുതലും. അപ്പൊ ഡീസെന്റ് ആയിട്ട് നിൽക്കണം. നിന്നോട് ഞാൻ പറയാം, ഡീസെന്റ് ആയിട്ട് നിൽക്കണം. മനസ്സിലാവും? മലയാളികളെ പറയിപ്പിക്കരുത്. പുലി അല്ലല്ലോ ഇടാ? മുകളിൽ പുലിന്റെ കാൽപ്പാടം കണ്ടല്ലോ. ഓ ചങ്ങായി കൊള്ളാല. വീടാണല്ലോടാ ശരിക്കോ? ഓ എങ്ങനെ പൊളിയല്ലേ? ഓ ഇതെന്താ? ഇവിടുന്ന് വ്യൂ ഉണ്ടല്ലോ. എടാ നമ്മള് ട്രിപ്പിന് ഇറങ്ങിയിട്ട് 2 ദിവസത്തെ ജിമ്മ മുടങ്ങിയത്. ഇന്ന് ജിമ്മ് കയറിയാലോ? വേണ്ട. ആ വ്യൂ ഉണ്ടോ? എന്ത് വ്യൂ? ഒന്ന് ടൈറ്റാനിക്കാ? ഇല്ലടാ വലിയ വ്യൂ ഇല്ല. ഇതെന്താ തെങ്ങ? മാറി പോവാ. എന്തിന് ജിമ്മ ചെയ്യുന്ന? ജിമ്മ് കളിക്കുന്ന പറ. റാമ്പോ പറ. എന്തിനാണ് അടിച്ചു പൊളിക്കാൻ വന്നല്ലേ? ജിമ്മെ സ്കിപ്പ് ചെയ്യാം. തിന്നാൻ വന്ന അതിന്റെ അടുത്ത് ജിമ്മ്. എടീ മടിയന്മാരുള്ളിടത്തോളം കാലം എന്നും ജിമ്മിലാ പോണം. അതന്നെ കഴിഞ്ഞ 1 മാസം ജിമ്മ് സ്കിപ്പ് ചെയ്യാണ്ട്, 1 മാസം 1.5 മാസമായിരുന്നു അല്ലേ സ്കിപ്പ് ചെയ്യാണ്ട്, ഒറ്റ ദിവസം ലീവ് എടുക്കാണ്ട് ജിമ്മിൽ പോയാ. ജിമ്മി കയറിയ ഇവൻ കളിക്കും. ജിമ്മിൽ പോകണ്ട. ഷാഫിക്ക തുറക്കണ്ട. കയറിയ ഇവൻ കളിക്കും. വേണ്ട നമുക്ക് നോക്കാലോ. കുളിക്കാൻ പറ്റോ? വെറുതെ കൈ വേണം എടുക്കുക. അതിന് ഇത്രയും വെയിറ്റ് എടുക്കരുത്. നമുക്ക് നാളെ കാണാം. ബാക്കി നമുക്ക് നാളെ കാണാം. ശേഷം ഫ്യൂ ഡേയ്സ് ലേറ്റർ അല്ല, അതായത് ഫ്യൂ അവേഴ്സ് ലേറ്റർ. റാംബോ റാംബോ ഇവിടുന്ന് ഓടുന്ന മമ്മു എന്ത്? നിർത്തിക്കൊടുക്ക
തൂങ്ങിപ്പിടി ആ അപ്പുറത്ത് ഓ ചാപിക പണിയെടുത്തതാടാ പണിയെടുത്ത് എടേ ആള് കാണുന്ന പോലെ അല്ലട്ടാ പാവം ചക്കര അതിന്റെ മുകളിൽ കയറിയിട്ട് 18 കിലോമീറ്റർ സ്പീഡ് ഇട്ട് കൊടുത്ത് പാവം ആ ചായ വെച്ചാൽ ഇങ്ങനെ ചെയ്യണ എന്തല്ല സുഖല്ല എന്താ പേരെന്താ നൗഫൽ എവിടെ സ്ഥലം എവിടെയാ മണ്ണാർക്കാട് പാലക്കാട് ജില്ലയല്ലേ ആ ഇത് പാലക്കാട് ജില്ലയല്ലേ അട്ടപ്പാടി അല്ലേ ആ എടാ കായോലെ ഞാൻ അങ്ങനെ വിചാരിച്ചടാ സ്പാ ഉണ്ട് പറഞ്ഞപ്പോ എന്റെ മൈൻഡിൽ എന്തായിരുന്നു അറിയോ മസാജ് ചെയ്യിപ്പിക്കാം മറ്റേ ഞാൻ മസാജ് ചെയ്താൽ മതിയടാ ഒരു മസാജ് എന്തായാലും വന്ന സ്ഥിതിക്ക് മസാജ് സെന്റർ അവിടെ തുറന്നോളി ഷാഫിക്കന്നെ ചെയ്ത് കൊടുക്കാം ഷാഫിക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്ന മസാജ് ചെയ്ത് കൊടുക്കും തീർച്ചയായിട്ടും നമ്മളെ മാപ്പ് ഷാഫിക്ക് എടുക്കാം ഫുള്ള് മരങ്ങളല്ലേ ചുറ്റും പ്രകൃതി ഹരിതാപവും പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ചുറ്റും. അതാണ് സാറിന് ഇത്ര ഇപ്പൊ 71ഓളം പ്ലോട്ടുകളുടെ കൂടെ. അപ്പൊ പച്ചയെല്ലാം നിങ്ങൾ വളർത്തും. നമ്മളിപ്പോ മരം വെട്ടാൻ പറഞ്ഞാൽ സാർ പറ്റൂല. നന്നായിട്ട് ഷാഫിഖാന്റെ സാറ് ഗില്ലാടി തന്നെ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ സ്പായിലേക്ക് കിടക്കുകയാണ്. ചെരുപ്പിടാവോ? എടാ മസാജ് ചെയ്യാൻ ആളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനുള്ളിൽ കയറുന്നത്? ലൈറ്റ് ഇല്ല, ലൈറ്റ് എന്ത്? എടാ അവിടെ നിന്ന് ഒച്ചപ്പാട് കേൾക്കുന്നത്? അവിടെ എന്താ ഒച്ചപ്പാട്? പൂളല്ല വേറെന്തോ ഉണ്ട്. അല്ല അവിടെ മറ്റേ ഫുട്ബോൾ ഫുട്ബോളാണത്. ഫുട്ബോളാണെന്ന് തോന്നുന്നു. നമുക്ക് കളിച്ചാൽ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് ഫുട്ബോളും ബാസ്കറ്റ് ബോളായിട്ട്. ആ അവിടെ നിന്ന് ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നു. ഇവിടെ ലൈറ്റ് ഇല്ല മോനെ. ഇതിന് മറ്റേ ഇതുപോലെ ആ മറ്റേ എന്താ എന്തെന്ന് ജക്കൂസി ഇതെന്താ ഇതിൽ കിടക്കുക നമ്മള്? ഇത് സ്വിമ്മിംഗ് പൂളാ? അല്ല ഇതിപ്പോ നമ്മളെ കാണിച്ചിട്ട് കൊതിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇത് ഇതാക്കാൻ ആളില്ലല്ലോ. മസ്യൂസ് അതിനെന്താ പറയാ? മസാജർക്ക് മസ്യൂസ് അല്ല. ഇത് എത്ര പേർക്ക് കിടക്കാൻ പറ്റും? എല്ലാത്തിനും ആള് വേണം, എല്ലാത്തിനും ആള് വേണം. ആളില്ല പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പോവാ അടുത്ത സ്ഥലം പിടിക്കാം. ഇല്ലടാ അതിനൊന്നും ആളില്ല. വാ എടാ ആരെല്ലാം ഫുട്ബോൾ കളിക്കാം? നമുക്ക് ഫുട്ബോൾ കളിക്കാം. അവരൊന്നിച്ച് ഫുട്ബോൾ കളിക്കാം. അവിടെ ആരെല്ലാം ഫുട്ബോൾ കളിക്കാം. തമിഴന്മാരാണെങ്കിൽ കൂട്ടൂലടാ. അങ്ങനെയുണ്ട്. ഹിന്ദിക്കാരാണെങ്കിൽ ചിലപ്പോ കൂട്ടും. മറ്റേ ഇതുണ്ട് 8 ബോൾ പൂളുണ്ടോ? പൂളുണ്ടോ? അത് 8 ബോൾ പൂളാ? പിന്നെന്താ? ഓക്കെ ഓക്കെ ബോർഡുമേ കളിക്കുന്നത്. എടാ തമിഴന്മാരുടെ മുന്നിൽ നമ്മളെങ്ങനെയുള്ള അറിയോ? നമ്മളെങ്ങനെയുള്ള അറിയോ? തമിഴന്മാരുടെ മുന്നിൽ നമ്മളെങ്ങനെയുള്ള അറിയോ? ഒരേ കളർ ഒരേ കളർ യൂണിഫോം ഇട്ടിട്ട് സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്ന കുറെ കോമാളികള്. അതെന്നാ ആ ചെയ്. അടുത്ത പണി തരാനുള്ള പരിപാടിയാണ്. ഷാഫിക്ക് അടുത്ത പണി കൊടുക്കുന്നുണ്ട്.
എന്താ കിക്ക് ജാസി എൽ ജാസി ഇതെന്താ ജാസി കുണ്ടൻ ജാസി എന്താ ചെയ്തേ ജാസി കുറച്ച് ഓവറാണല്ലേ ഞാനും പറയാൻ നിൽക്കാം ചാറ്റ് അല്ലേ ചാറ്റ് ജാസി കുറച്ച് ഓവറല്ലേ ആ ഇത് ഞാൻ പറയാൻ നിൽക്കുന്നായിരുന്നു ഇപ്പൊ എന്തായി ഞാൻ നിന്നോട് പറഞ്ഞു ഇതെന്താടാ ഇതെങ്ങനെ കളിക്കുന്നേ ജാസി ഓവർ കിക്ക് ജാസി എല്ലാരും കിക്ക് ജാസി ഡബ്ല്യു ജാസി ചില ആള് ഡബ്ല്യു ജാസി പറയുന്നുണ്ട് പട്ടിഷോ ഒരു ഷോ ഇല്ല ഇന്ന് ഫുൾ ഫയറാണ് എന്താ ആസ്വദിക്കേണ്ട ജീവിതം നമുക്ക് അത്രയുള്ള അടിച്ച് പൊളിക്കാൻ നിന്ന് ഇവന്റെ ശരിയാണ് ഇവൻ സംസാരിക്കുന്നതിന്റെ ഒരു അല്ലേ ഒരു കുണ്ടല്ലോ ഇവർക്ക് ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കുന്നത് ഞാൻ സംഭവം പറഞ്ഞ ആദ്യമല്ല തമാശ ആക്കുന്നത് ഞാൻ കളിയാക്കാൻ പറഞ്ഞോണ്ടെന്നോ ശരിക്കും ഉണ്ടേ ഇവനത് ജാസി നിങ്ങൾ എന്തേ കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാ വെറുതെ കോണ്ടെക്സ്റ്റ് ഇല്ലാണ്ട് എന്തല്ലോ നിങ്ങൾക്ക് കളി എന്താന്ന് മനസ്സിലായോ ആർക്കും മനസ്സിലായി ഫുട്ബോൾ പോലെ തന്നെയാണ് ടീമും കളിക്കണം അവിടെ ഗോൾ പോസ്റ്റ് ഇവിടെ ഗോൾ പോസ്റ്റ് ആൾക്കാരെല്ലാം നോക്കുന്നടാ ആൾക്കാർ നാറ്റിക്കല്ല ഇങ്ങ് വന്നേ വെറുതെ ചെസ് കളിക്കാൻ ആർക്കും അറിയാം കാര്യം പറ ഇല്ല ചെസ് കളിക്കാൻ കുറെ സമയം എടുക്കും എടാ പോസ്റ്റ് ആവും സ്ട്രീമിൽ ആൾക്കാർ പോസ്റ്റ് നമുക്ക് പൂളിലേക്ക് പോവാം നമുക്ക് സ്വിമ്മിംഗ് പൂളോ അല്ല ക്യാമ്പ് ഫയർ രാത്രിയല്ലേ ഇതെന്താ എന്താ എടാ വെക്കടാ അത് എടുത്ത് പോകാൻ പറ്റില്ല അവിടെ വെക്കടാ അലമ്പാക്കാൻ വേണ്ടിട്ട് ആ മൊത്തം അത് അവർക്ക് തമിഴ് ആൾക്കാരാണെന്നോ നോർത്താണോന്ന് അറിയില്ല പക്ഷെ ആ അമ്മച്ചിയെല്ലാം ശരിയായ ഭ്രാന്തന്മാരെ നോക്കുന്ന പോലെ പക്ഷെ ആ അമ്മച്ചി നോക്കുന്നുണ്ടല്ലോ മമ്മൂക്ക് ഭ്രാന്താന്ന അമ്മച്ചി വിചാരിച്ചത് ശരിക്കും നമ്മളെ കളിക്കാൻ കൂട്ടോ നോക്കിയാ ക്രിക്കറ്റ് നൈസായിരിക്കും ഇവിടെ ഞാൻ വന്നിട്ട് ഒറ്റ മലയാളികളെ കണ്ടിട്ടില്ല അല്ല മെയിൻ ഷാഫിക്കുണ്ട് വേറൊരു മലയാളിനെ ഞാൻ കണ്ടിട്ടില്ല എന്താക്കുന്ന എടാ എടാ ഇവന് 45 വയസ്സുണ്ട് ഇവര് ഇവനെന്താ കാണിക്കുന്നത് നിന്റെ കാലിന്റെ വണ്ണം പോലും ഇല്ലാതെ ആണോ പിന്നെ അത് കളിക്കാം നമുക്ക് എന്തെല്ലോ കളിക്കാൻ പറ്റിയ സാധനം ഉണ്ടല്ലേ ഒന്നുമില്ല ഇതാ മുന്നേ ചാറ്റിങ് പിന്നെ നീ എന്താ നേരത്തെ അവളെ വിളിച്ച സീനായോ അതാരാ ശരിക്കും എന്ത് ഫ്രണ്ട് പോലും നീ നമ്മളോട് പറയാണ്ട് നിനക്ക് ഒരു ഫ്രണ്ട് ഇതുവരെ ഉണ്ടായിട്ടാ ഇപ്പൊ എങ്ങനെ പുതിയൊരു ഫ്രണ്ട് വരെ വന്നു ഫ്രണ്ടാന്ന് ഓൾറെഡി പറഞ്ഞതല്ല എന്നോടല്ലോ എന്റെ മനസ്സ് കള്ളത്തിന് പറയുന്നത് ആദിൽ സൈലന്റ് ചാറ്റ് അറിയുന്നോ പോയി സാധനം കൊക്കയിലേക്ക് പോയി അതാ പോയി എടുത്തു കൊടുക്ക
എന്നാ ഇത് പിടിച്ചേ. എവിടെ കാട്ടിലെവിടെ പോയേ കാണുന്നുണ്ടോ? പോ പോ പോ, പോയിട്ട് എടുക്ക. പാമ്പ് കടിച്ച പ്രശ്നമില്ല. എടുക്കട്ടെ എടുക്കട്ടെ. എറി അങ്ങോട്ട്. കായിലോട്ട് കളിക്കോ വാ. നമ്മ പൂളിലേക്ക് പോയാ പോരെ? കേറ്. അത്രേ ഉള്ളൂ. ഇതെന്നാണ് കളിക്കാം നമുക്ക്. പൂളിൽ കഴിഞ്ഞിട്ട് പോവാം. അപ്പൊ ഒന്ന് വേറെ നമ്മളെ കൂട്ടുകാരെ കളിക്കാൻ വെറുതെ എന്തിനാ നമ്മൾ അല്ല ആടെ നമുക്ക് വേറെ കളിക്കാൻ പറ്റും. അവർ ബോൾ നമുക്ക് കളിക്കാലോ. തരൂല. ബോളില്ലേ? ഷട്ടിൽ നോക്കണ്ട വെറുതെ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ എന്തിനാ വെറുതെ പോയിട്ട് അവരുടെ ഇടയിൽ ഒരു അധികം പറ്റാവുന്നേ? നമുക്ക് ഇവിടെ നിൽക്കാം. കുറെ ആൾക്കാരുണ്ട്. വെറുതെ എന്തിനാ നമ്മൾ പോകുന്നത്? നമുക്ക് അവകാശം പെട്ടാന്നല്ലോ. ഈ കളികൾ നമുക്ക് അവകാശപ്പെട്ടതല്ലേ? പറഞ്ഞേട്ടാ. അയ്യോ എടാ എന്ത് ടാസ്ക് ഇതല്ല എത്ര കണ്ടതാ സെറ്റ്. ഓടോ എടേ എന്ത് അറിയോ? എടാ ഒരു മിനിറ്റ് ഒന്ന് ഇറങ്ങട്ടെ. നീ ഓവർ കയറിങ് ആക്കല്ലോ മുന. റീലൊന്നും ഇറങ്ങൂല. എടാ മുന അടുത്ത കയറിങ് ആക്കുന്നുണ്ട് റീൽസ് ഇറങ്ങാൻ വേണ്ടിട്ട്. കയ്യെല്ലാം പിടിച്ച് വീകലാക്കുന്നുണ്ട് ഞങ്ങൾ. ഏത് എവിടെ പോയി? മേത്തെ കളിക്കല്ല, മേത്തെ കളിക്കല്ല. അതാടാ അവിടെ ഹോൾസ് ഉണ്ട്. അതിനെ കൂടെ അപ്പുറത്തേക്ക് പോകും. ആ വലക്ക് ഹോൾസ് ഉണ്ട്. എടാ പോസ്റ്റ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ കളിക്കും? ഗോൾ പോസ്റ്റ് ഇല്ലാണ്ട് എങ്ങനെ കളിക്കും? ഇതല്ലേ ഏതല്ലോ ഭാഷക്കാർ. ഇത് ഇവര് മലയാളീസാന്ന് തോന്നട്ടോ. ഇവര് മലയാളീസാ നോക്കട്ടെ. അല്ല തമിഴ് തമിഴന്മാരാ. ഇവിടെ വന്നിട്ട് മലയാളീസിനെ കാണാൻ കിട്ടുന്നില്ല. നമുക്ക് മലയാളീസ് കാണുന്നില്ല. നമുക്ക് ഉള്ളതുപോലെ കളിച്ചാൽ ആവേശം. അല്ല കളിക്കുന്നതിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇവിടെ പോസ്റ്റ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ കളിക്കും? കോർട്ടില്ല, പോസ്റ്റ് ഇല്ല. ഇത് അങ്ങനെ പോയിന്റ് എങ്ങനെ കണക്കൂട്ടു നീ? അയ്യേ ആ ഞാൻ വേറെ കളി പറഞ്ഞ. ഓക്കെ പോസ്റ്റും ഇതൊന്നും ഇല്ലാണ്ട് കളിക്കാൻ പറ്റുന്ന ഒരു കളിയുണ്ട്. ഏറ് കണ്ടേറ് മേത്തേക്ക് ഇട്ടറിയാം. വാൻ എടുക്കുന്നൊന്നും നോക്കാൻ പറ്റില്ല. ഇതിനെക്കൊണ്ട് അത്യാവശ്യം വാൻ എടുക്കൂലേ? അല്ല ആ വാന് നോക്കാൻ പറ്റില്ല. ഇട്ടെറിയണം. ഇതെന്താക്കുന്ന വാ സമീറ, നീ എന്ത് മാറിയിരിക്കുന്നത്? നീ നമ്മളെ കൂട്ടത്തിൽ പെട്ടല്ലേ? നീ എന്താ ഇവന് ആങ്സൈറ്റി പ്രശ്നമുള്ളതാ. നമ്മളല്ലേ വാ ഇങ്ങോട്ടോ. വെറുതെ മേത്തലം കൊള്ളു. ഇല്ല മേത്തം കൊള്ളൂല. വാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. നീ ക്യാമറ നല്ല രസമുള്ള ഒരു കളി. റൗണ്ടിലേക്ക് ഇവരെന്ത് ഗെയാണ് ഇവൻ? നോക്കിയോ അവന്റെ മുത്തം തന്നെ നോക്കിയാ. ഷട്ടിൽ കളിക്കുന്ന ആൾക്കാർ ഗെയാ. ഷട്ടിലെന്ന് പറഞ്ഞാൽ ഗേ ഗെയിം. ഏത് ഇത് പറഞ്ഞാൽ കണ്ടേറ് പറയും. അതായത് ബോൾ ഇങ്ങനെ വെക്കും. എന്നിട്ട് അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യണം. എങ്ങനെ നമുക്കറിയാം. സെലക്ട് ആയിട്ടാകുമ്പോ കിട്ടിയ ആളെ എടുത്താൽ അതിലെ ബുദ്ധിയുള്ളൂ. പിന്നെ അതിലേത് സാധനം എവിടെ എറിഞ്ഞാലും റാംബോനെ മേത്തുള്ളൂ. കാരണം ഇങ്ങനെ പറഞ്ഞു